നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉപ്പള മണിമുണ്ടയിൽ ഉറങ്ങിക്കിടന്ന മാതാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമം. ഡ്രൈവറായ മുഹസിനാണ് മാതാവ് ഷമീം ബാനുവിനെ ആക്രമിച്ചത്. ആഴത്തിൽ മുറിവേറ്റ മാതാവിന്റെ നില ഗുരുതരമാണ്. പ്രതിയെ മാതാവ് മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. പ്രതി ലഹരിക്കടിമയാണോ എന്ന് സംശയമുണ്ട്. ജനകീയ ആസൂത്രണത്തിൽ നിന്ന് വിജ്ഞാന കേരളത്തിലേക്കുള്ള വളർച്ചയാണ് ഇനി കൈവരിക്കേണ്ടതെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. എന്റെ കേരളം പ്രദർശനമേളയോടനുബന്ധിച്ച് കാലിക്കടവിൽ സംഘടിപ്പിച്ച ജനകീയ ആസൂത്രണം പിന്നിട്ട പടവുകൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ആണവ നിലയ വിരുദ്ധ ജനജാഗ്രതാ സമിതി രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ആണവ വിരുദ്ധ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബി.ജെ.പി. നീലേശ്വരം മണ്ഡലം കൺവെൻഷൻ നടന്നു. ഏപ്രിൽ 29 നടക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായാണ് നീലേശ്വരത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സോളാർ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യം. ഉദുമ ടെക്സ്റ്റൈൽസ് മിൽ വർക്കേഴ്സ് യൂണിയൻ മിൽ പരിസരത്ത് ധർണാ സമരം സംഘടിപ്പിച്ചു. തായിലങ്ങാടിയിൽ മുറിക്കകത്ത് കുടുങ്ങിയ 1 വയസ്സുകാരിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഡോർ ബ്രേക്കർ ഉപകരണം ഉപയോഗിച്ചാണ് കുട്ടിയെ പുറത്തെടുത്തത്. മോഹിനിയാട്ടവും കേരള നടനവും ഭരതനാട്യവും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ നൃത്തങ്ങളും തിരുവാതിരക്കളിയും ഒപ്പനയും മത്സര ഇനങ്ങളായി എത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അരങ്ങ് കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം നാട്ടുകാർക്ക് ആസ്വാദ്യകരമായി. പുല്ലൂർ മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. ഉപ്പള മണിമുണ്ടയിൽ ഉറങ്ങിക്കിടന്ന മാതാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമം. ഡ്രൈവറായ മുഹസിനാണ് മാതാവ് ഷമീം ബാനുവിനെ ആക്രമിച്ചത്. ആഴത്തിൽ മുറിവേറ്റ മാതാവിന്റെ നില ഗുരുതരമാണ്. പ്രതിയെ മാതാവ് മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. പ്രതി ലഹരിക്കടിമയാണോ എന്ന് സംശയമുണ്ട്. ഉപ്പള മണിമുണ്ടയിലാണ് നാടിന് നടുക്കിയ സംഭവം. ഉറങ്ങിക്കിടന്ന മാതാവിനെ മകൻ കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആഴത്തിൽ മുറിവേറ്റ മാതാവിന്റെ നില ഗുരുതരമാണ്. സംഭവം നടന്ന വീട്ടിലെ മുറിയിൽ രക്തം തളം കെട്ടിയ നിലയിലാണ്. ഉപ്പള മണിമുണ്ടയിൽ പുലർച്ചെ 3 മണിക്കാണ് സംഭവം. ഷെയ്ഖ് ആദം കോട്ടേഴ്സിൽ താമസിക്കുന്ന അഷ്റഫിന്റെ ഭാര്യ ഷമീം ബാനുവിനാണ് വെട്ടേറ്റത്. മുഖത്തും കഴുത്തിനും കൈകൾക്കും ഉൾപ്പെടെ വെട്ടേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ മോഹസിൻ അഷ്റഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ലഹരിക്കടിമയാണെന്ന് സംശയമുണ്ട്. ഇയാൾ മാതാവിനൊപ്പമാണ് താമസം. ഷമീം ബാനുവിന്റെ വൃദ്ധയായ മാതാവ് ബി ഫാത്തിമയും ഇവർക്കൊപ്പമാണ് താമസം. പുലർച്ചെ കത്തിയുമായി മുറിയിൽ കയറിയ പ്രതി മാതാവിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ വെട്ടുകയായിരുന്നു. പ്രതിയെ മാതാവ് മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞായിരുന്നു അക്രമം. വെട്ടേൽക്കുന്ന സമയം ചിതറിത്തെറിച്ച രക്തം മുറിക്കുള്ളിലെ ഭിത്തിയിൽ അപ്പാടെ കാണാം. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനകീയ ആസൂത്രണത്തിൽ നിന്ന് വിജ്ഞാന കേരളത്തിലേക്കുള്ള വളർച്ചയാണ് ഇനി കൈവരിക്കേണ്ടതെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. എന്റെ കേരളം പ്രദർശനമേളയോടനുബന്ധിച്ച് കാലിക്കടവിൽ സംഘടിപ്പിച്ച ജനകീയ ആസൂത്രണം പിന്നിട്ട പടവുകൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനകീയമായി വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം കേരളത്തിൽ രൂപപ്പെട്ടു എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് വിജ്ഞാന കേരളം അഡ്വൈസറും മുൻ മന്ത്രിയുമായ ഡോക്ടർ ടി.എം. തോമസ് ഐസക് പറഞ്ഞു. എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ 4ാം ദിനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയാസൂത്രണം പിന്നിട്ട പടവുകൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു എത്ര പേർക്ക് നാട്ടിൽ പണി കിട്ടുന്നു? ഭയങ്കര ലക്ഷശമ്പളമൊന്നുമല്ല. 15,000-20,000 നാടിനെ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ എന്താണെന്നറിയാം. ഇങ്ങനെ 15,000-20,000 വീടിനടുത്ത് തന്നെ, ദൂരം കിട്ടൂല, വീടിനടുത്ത് തന്നെ ഉണ്ടെങ്കിൽ പോകാൻ തയ്യാറുള്ള എത്രയോ അഭ്യസ്ത വിദ്യര് വീട്ടമ്മമാരായിട്ടിരിപ്പുണ്ട്. പണത്തിന് ആവശ്യമില്ല.
വീടിന് പുറത്ത് പോകാൻ ആഗ്രഹമില്ലാത്തതല്ല. എന്തേ നിങ്ങളുടെ കുടുംബശ്രീയുടെ ശനിയാഴ്ച യോഗത്തിൽ കൃത്യമായിട്ട് സ്ത്രീകൾ വരണത്? പുരുഷന്മാരുടെ സ്വയം സഹായ സംഘം പഞ്ചായത്ത് ഉണ്ടാക്കിയിരുന്നല്ലോ. അമ്മര് വന്നിരിക്കോ? സ്ത്രീക്ക് ഓരോ പ്രായത്തിൽ ഏത് പുരുഷനോടൊപ്പം എവിടെയൊക്കെ പോകാമെന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് നാട്ടു നടപ്പാൻ. ഇപ്പോ സമൂഹം അംഗീകരിച്ചിട്ടുള്ള കുറച്ചുകൂടി സ്ഥലം ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പരിപാടി കഴിയുമ്പോൾ ഗ്രാമസഭ, കുടുംബശ്രീ, വിദ്യാലയ വികസന സമിതി തുടങ്ങി ഇന്ന് ജനപങ്കാളിത്തത്തിന് ഒരുപാട് വേദികൾ ഉണ്ട്. ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിലെല്ലാം ഏതൊരു പൗരനും സധൈര്യം ഇടപെടുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണമാകുന്നതെന്നും അതുതന്നെയാണ് നമ്മുടെ ജനകീയ ആസൂത്രണത്തിന്റെ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശുചിത്വ പരിപാടികൾ, മാലിന്യ സംസ്കരണ പരിപാടികൾ, വയോജന ക്ഷേമ പരിപാടികൾ, ഡിജിറ്റൽ സാക്ഷരത അങ്ങനെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഇന്ന് നടപ്പിലാക്കുന്നത്. ഇങ്ങനെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏതു തരത്തിലുള്ള പദ്ധതിയാണെങ്കിലും എല്ലാം സംയോജിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം പഞ്ചായത്തുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ മറ്റൊരു മേന്മ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനകീയ ആസൂത്രണം സാധ്യമായതോടെ സമൂഹത്തിൽ സമസ്ത മേഖലകളിലും സ്ത്രീ പങ്കാളിത്തത്തിൽ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു. ജനപ്രതിനിധികളിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി. കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു വേദിയായി. ലോകത്ത് ആദ്യമായി കേരളത്തിൽ ജെൻഡർ ബഡ്ജറ്റ് നടപ്പിലാക്കി 10% ഫണ്ട് വനിതാ ഘടക പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇവയെല്ലാം തന്നെ ജനകീയ ആസൂത്രണത്തിലൂടെ സ്വായത്തമാക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുകൂടാതെ കേരളത്തിലെ തൊഴിൽ രഹിതരുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് മിഷനും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി കമ്മിറ്റികൾ രൂപീകരിക്കുകയും തൊഴിലന്വേഷകരെ കണ്ടെത്തി അവർക്കാവശ്യമായ നൈപുണ്യ പരിശീലനവും തൊഴിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു. ജനകീയാസൂത്രണം 30 വർഷം പിന്നിടുമ്പോൾ അതിന്റെ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണമെന്നും ജനപ്രതിനിധികൾക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നും അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി, ജില്ലാ ആസൂത്രണ സമിതി നോമിനി അഡ്വക്കേറ്റ് സി രാമചന്ദ്രൻ, നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ തുടങ്ങിയവർ തങ്ങളുടെ അനുഭവം പങ്കുവച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ സ്വാഗതവും ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി രാജേഷ് നന്ദിയും പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, വകുപ്പ് ജീവനക്കാർ, കില ഫാക്കൽറ്റികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ആണവ നിലയ വിരുദ്ധ ജനജാഗ്രതാ സമിതി രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശനി, ഞായർ ദിവസങ്ങളിൽ ആണവ വിരുദ്ധ സമ്മേളനം സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനി, ഞായർ ദിവസങ്ങളിൽ ചീമേനി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അഖിലേന്ത്യാ ആണവ വിരുദ്ധ സമ്മേളനം നടത്തുമെന്ന് ആണവ നിലയ വിരുദ്ധ ജനജാഗ്രതാ സമിതി ഭാരവാഹികൾ അറിയിച്ചു. ആണവ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുരേന്ദ്ര ഖഡേക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ചീമേനിയിലെ നിർദ്ദിഷ്ട ആണവ നിലയ പദ്ധതി ഉപേക്ഷിക്കുക, ആണവ അപകടബാധിത നിയമം ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, സ്വകാര്യ ആണവ നിലയ സ്ഥാപനത്തിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ബജറ്റ് വിഹിതം റദ്ദാക്കുക, കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമ്മേളനം നടത്തുകയെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചീമേനി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക്, ഏപ്രിൽ 26 ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ബാർക്കിൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു, ഈ സുരേന്ദ്ര ഖഡേക്കർ എന്ന് പറയുന്ന ആളുകൾ. പിന്നീട് അദ്ദേഹം ഈ ആണവ അപകടം തിരിച്ചറിഞ്ഞ് ബാർക്ക് വിട്ട ആണവ സയൻറ്റിസ്റ്റാണ് സുരേന്ദ്ര ഖഡേക്കർ. അദ്ദേഹം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 15 സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിച്ചേരുമെന്ന് ഇതിനകം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഡോക്ടർ സൗമ്യ ദത്ത, അദ്ദേഹം ഒരു പീപ്പിൾസ് സയൻറ്റിസ്റ്റാണ്. ഡോക്ടർ സാഗർ ധാര UNDP-യുടെ പരിസ്ഥിതി വിഭാഗത്തിൽ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അതുപോലെ ഡോക്ടർ SP ഉദയകുമാർ, നിങ്ങൾക്കറിയാം, കൂടംകുളം വിരുദ്ധ ആണവനിലയ വിരുദ്ധ സമരത്തിൻ്റെ നേതാവും ആണ്. മീര സംഘമിത്ര, നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾസ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞ് മേധാ പട്കറുടെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ സംഘടനയുടെ കൺവീനറാണ് മീര സംഘമിത്ര. മുൻ കേന്ദ്ര ഊർജ്ജ വകുപ്പ് സെക്രട്ടറി EAS ശർമ്മ, അതുപോലെ തന്നെ അമേരിക്കയിൽ ന്യൂക്ലിയർ ഫിസിസ്റ്റായിട്ടുള്ള ഡോക്ടർ MV രമണ, പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ ശ്രീകുമാർ, ഇങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനകീയ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുന്നവരും വിവിധ ആണവ വിരുദ്ധ സമരത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ആ സമരം നയിച്ച ആളുകളും ഒക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്.
ജനജാഗ്രതാ സമിതി ചെയർമാൻ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്, കൺവീനർ എൻ സുബ്രഹ്മണ്യൻ, സ്വാഗത സംഘം ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ, കൺവീനർ കെ എം ദാമോദരൻ, സുഭാഷ് ചീമേനി, മേരി എബ്രഹാം, ടി വി രാജേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP നീലേശ്വരം മണ്ഡലം കൺവെൻഷൻ നടന്നു. ഏപ്രിൽ 29 നടക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായാണ് നീലേശ്വരത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഏപ്രിൽ 29 രാവിലെ 10 മണിക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി BJP നീലേശ്വരം മണ്ഡലം കൺവെൻഷൻ നടന്നു. കാസർഗോഡ് വെച്ച് നടക്കുന്ന കൺവെൻഷനിലേക്ക് 75 പ്രതിനിധികളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് നീലേശ്വരം ടൗണിൽ കാശ്മീരിലെ പൽഗാമിൽ മുസ്ലിം തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച വിനോദസഞ്ചാരികളുടെ വേർപാടിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കൺവെൻഷനും പൊതുയോഗവും BJP ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരും കൂട്ടുറപ്പുകളുമായിട്ടുള്ള കാശ്മീരി തീവ്രവാദികളുടെ വെടിയേറ്റ് മരണപ്പെട്ട വിവരം വളരെ സങ്കടത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കുവാൻ സാഹചര്യമുണ്ടായിട്ടുള്ളത്. ഉള്ളവരെ ജമ്മു കാശ്മീരിൽ നിന്നും 370-ാം വകുപ്പ് നീക്കം ചെയ്തതിനു ശേഷം ആ കാശ്മീർ വളരെ സുന്ദരമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇരു കൈകളും നീട്ടി ആ പ്രദേശത്തേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP നീലേശ്വരം മുനിസിപ്പൽ പ്രസിഡന്റ് PU വിജയകുമാർ സംസാരിച്ചു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് സാഗർ ചാത്തമത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജീവൻ ചീമേനി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. സോളാർ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം. ഉദുമ ടെക്സ്റ്റൈൽ മിൽസ് വർക്കേഴ്സ് യൂണിയൻ മിൽ പരിസരത്ത് ധർണാ സമരം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉദുമ ടെക്സ്റ്റൈൽ മിൽസ് വർക്കേഴ്സ് യൂണിയൻ CITU മിൽ പരിസരത്ത് ധർണാ സമരം സംഘടിപ്പിച്ചത്. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാഭാവികമായും വലിയ പ്രതീക്ഷയാണ് ഈ ജില്ലക്ക് അഭ്യസ്തരായ ചെറുപ്പക്കാർക്ക് ഉണ്ടായത്. 24 ഏക്കർ സ്ഥലത്ത് വിപുലീകൃത സാധ്യതയുള്ള ഈ സ്ഥാപനം വന്നാൽ വലിയ മാറ്റം ഈ ജില്ലക്ക് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ ഭരണമാറ്റമുണ്ടായി. അന്ന് ഈ സ്ഥാപനത്തിൽ നിയമിക്കുന്നതിന് വേണ്ടി സ്വകാര്യ ഏജൻസിയെ നിയോഗിച്ച് ടെസ്റ്റ് നടത്തി ലിസ്റ്റ് ഉണ്ടാക്കി 14 പേരെ ഒന്നാം ഘട്ടം നിയമിച്ചു. അങ്ങനെ നിയമനം കിട്ടി പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനം UDF അധികാരത്തിൽ വന്ന ഉടനെ ഈ 14 പേരെ പിരിച്ചുവിട്ടു. PV രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. P മണിമോഹനൻ, തെരുവത്ത് നാരായണൻ, E മനോജ് എന്നിവർ സംസാരിച്ചു. MV രതീഷ് സ്വാഗതവും ഷീജ നന്ദിയും പറഞ്ഞു. സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക, PF കുടിശ്ശിക അടയ്ക്കുക, പെട്രോൾ പമ്പ് സ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് തായലങ്ങാടിയിൽ മുറിക്കകത്ത് കുടുങ്ങിയ 1 വയസ്സുകാരിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഡോർ ബ്രേക്കർ ഉപകരണം ഉപയോഗിച്ചാണ് കുട്ടിയെ പുറത്തെടുത്തത്. മാതാവ് ഉറക്കാൻ കിടത്തിയ 1 വയസ്സുള്ള പിഞ്ചുകുഞ്ഞ് അബദ്ധത്തിൽ കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടി അകത്ത് കുടുങ്ങിയ സംഭവം തായലങ്ങാടിയിൽ അരങ്ങേറി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പരിഭ്രാന്തരായ വീട്ടുകാർ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. മിന്നൽ വേഗത്തിൽ സ്ഥലത്തെത്തിയ അഗ്നിശമന സേനാംഗങ്ങൾ നിമിഷങ്ങൾക്കകം വാതിൽ തകർത്ത് കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുത്തു. തായലങ്ങാടി സ്കൂളിന് സമീപം മുഹമ്മദ് സനാഹിന്റെ 1 വയസ്സുള്ള മകൾ ഫിദറ അസിയയാണ് വ്യാഴാഴ്ച സന്ധ്യയോടെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടത്. മാതാവ് ഉറങ്ങാൻ കിടത്തിയ ശേഷം പുറത്തേക്ക് പോയതിന് പിന്നാലെ അബദ്ധത്തിൽ വാതിൽ പൂട്ടിപ്പോവുകയായിരുന്നു. വാതിൽ തുറക്കാൻ വീട്ടുകാർ പലതവണ ശ്രമിച്ചെങ്കിലും പൂട്ട് തുറക്കാനാകാത്തത് അവരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. ഒടുവിൽ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിളിക്കുകയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ VK ഷൈജു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ T അമൽരാജ്, KV ജിതിൻ കൃഷ്ണൻ,
വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ OK അനുശ്രീ, ഹോംഗാർഡ് S സോബിൻ എന്നിവരടങ്ങിയ സംഘം ഡോർ ബ്രേക്കർ ഉപയോഗിച്ച് അതിവേഗം വാതിൽ തകർത്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. അരമണിക്കൂറോളം കുട്ടി മുറിക്കകത്ത് കരഞ്ഞു തളർന്ന് കണ്ടുനിന്നവരുടെയെല്ലാം ഹൃദയം പിളർക്കുന്ന കാഴ്ചയായിരുന്നു. രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് നാട്ടുകാർ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മോഹിനിയാട്ടവും കേരള നടനവും ഭരതനാട്യവും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ നൃത്തങ്ങളും തിരുവാതിരക്കളിയും ഒപ്പനയും മത്സര ഇനങ്ങളായി എത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അരങ്ങ് കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം നാട്ടുകാർക്ക് ആസ്വാദ്യകരമായി. 17 ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ പഞ്ചായത്തിലെ 21 വാർഡുകളിൽ നിന്നെത്തിയ 100-ൽ പരം കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളാണ് പങ്കെടുത്തത്. സ്കൂൾ കോളേജ് മത്സരങ്ങളിൽ മിന്നും നേട്ടങ്ങൾ സ്വന്തമാക്കിയ പല മത്സരാർത്ഥികളും കുടുംബശ്രീ വേദിയിലും തങ്ങളുടെ കലാവൈഭവങ്ങൾ തെളിയിച്ചു. വേദിയിൽ മാത്രമല്ല, ഹാളുകളിൽ നടന്ന കവിത കഥാരചനാ മത്സരങ്ങളിലും വർണ്ണങ്ങൾ ചാലിച്ച ചിത്രരചനാ മത്സരത്തിലും കുടുംബശ്രീ പ്രവർത്തകർ മികച്ച രചനകൾ സൃഷ്ടിച്ചു. ഇളമ്പച്ചി കുരു ചന്തു പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സർഗോത്സവം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തൊക്കെ യഥാർത്ഥത്തിൽ അതുപോലെ സർവീസ് മേഖലകളിലൊക്കെ സ്ത്രീകളുടെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ സ്ത്രീകളല്ലാതെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. അത്രമാത്രം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ സ്ത്രീകളുടെ കലാ മത്സരങ്ങൾ, അവരുടെ കലാവാസനകൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കുടുംബശ്രീ മിഷൻ ഇത്തരം സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിൽ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു വിശിഷ്ടാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ M രജീഷ്, ബാബു, KV കാർത്യായനി, ഫായിസ് ബീരിച്ചേരി, KM ഫരീദ, E ശശിധരൻ, KV രാധ, KN ഭാർഗവി, M ഷൈമ, തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് VV വിജയൻ, മാനേജിംഗ് ഡയറക്ടർ K ശശി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P അരവിന്ദൻ, കുടുംബശ്രീ CDS ഉപാധ്യക്ഷ M ഗൈറുനിസ എന്നിവർ സംസാരിച്ചു. ഉർമേസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുല്ലൂർ മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. പഴയ കാലം തൊട്ടേ മധുരമ്പാടിയിലെത്തുള്ളവർ ഉപാസിച്ചിരുന്ന ദേവനാണ് മധുരമ്പാടി മുത്തപ്പൻ. പൊടിക്കളം എന്ന പേരിലായിരുന്നു ആദ്യകാലങ്ങളിൽ ഇവിടെ അറിയപ്പെട്ടിരുന്നത്. പൊടിക്കളത്തായിരുന്നു മുത്തപ്പൻ വെള്ളാട്ടം കെട്ടിയാടിയിരുന്നത്. പിന്നീടാണ് നാട്ടുകാർ ഏറ്റെടുത്ത് മടപ്പുര കെട്ടി തിരുവപ്പന പ്രതിഷ്ഠ നടത്തിയത്. പിന്നീട് എല്ലാ വർഷവും തിരുവപ്പന വെള്ളാട്ടം കെട്ടിയാടുമ്പോൾ മധുരമ്പാടി ഇല്ലത്തെത്തി പാലും മുണ്ടും ദക്ഷിണയായി സ്വീകരിച്ച് മഞ്ഞൾ പ്രസാദം തിരിച്ചു നൽകി തിരിച്ച് മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിലേക്ക് എത്തുകയാണ് പതിവ്. തിരിച്ച് മുത്തപ്പൻ എത്തുമ്പോൾ നാട്ടിലെ ആളുകളും മുത്തപ്പന് പിന്നാലെ അനുഗമിക്കും. ഇത് ഇവിടെ പതിവ് കാഴ്ചയാണ്. ഈ വർഷത്തെ മധുരമ്പാടി മുത്തപ്പൻ മടപ്പുരയിലെ തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് തിരുവപ്പന വെള്ളാട്ടത്തിന്റെ അനുഗ്രഹം തേടി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പുല്ലൂർ.
ലൈവ് കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. SSLC കഴിഞ്ഞ കുട്ടികൾക്കായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലൈവ് കാഞ്ഞങ്ങാട് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. 10ാം തരം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് തങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്നത് സംബന്ധിച്ചുള്ള ധാരണയുണ്ടാക്കുന്നതിനായാണ് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ മൈനോറിറ്റി വെൽഫെയർ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് തൊഴിലവസരങ്ങൾ സർക്കാർ മേഖലയിൽ, പക്ഷെ പറഞ്ഞു തരാനാണില്ല. PSC ടെസ്റ്റ് അതിന് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു തരാനാണില്ല. വീട്ടിലും ആളില്ല, നാട്ടിലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഭാഗ്യവാന്മാർ. പഴയ കാലത്ത് ഒരു SSLC പരീക്ഷ കഴിഞ്ഞാൽ റാങ്ക് നേടിയ കുട്ടികളോട് പത്രക്കാർ ചോദിക്കും, നിങ്ങൾ എന്താകാനാണ് ആഗ്രഹിക്കുന്നത്, വാട്ട് നെക്സ്റ്റ്? അപ്പൊ അവർ പറയും, ഞങ്ങൾ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം. ഇത് രണ്ടും മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. പക്ഷെ ഇവിടെ വാസികസാരിയും തങ്ങളും കൃഷി ഉദവിയൊക്കെ ഉണ്ട്. അവര് വാട്ട് നെക്സ്റ്റ് എന്താന്നുള്ളവർ പറഞ്ഞു തരും. ലൈവ് കാഞ്ഞങ്ങാട് ചെയർമാൻ ജാഫർ മാസ്റ്റർ ചായൂത്ത അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ട്രെയിനർ ഡോക്ടർ ഖാസിം ഖസാലി ക്ലാസിന് നേതൃത്വം നൽകി. ലൈവ് കാഞ്ഞങ്ങാട് മെയ് മാസത്തിൽ സംഘടിപ്പിക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പിന്റെ ബ്രോഷർ പ്രകാശനം KK സുബൈർ നിർവഹിച്ചു. സയ്യിദ് ഹുസൈൻ തങ്ങൾ, റാഷിദ് ഹുദവി, ഷംസുദ്ദീൻ, CH സുബൈദ, റഷീദ് തോയമൽ, ജാഫർ മാസ്റ്റർ, ഇക്ബാൽ വെള്ളിക്കോത്ത്, റംഷീദ് തോയമൽ, ജബ്ബാർ ചിത്താരി, ആയിഷ ഫർസാന, സുമയ്യ CK, സരീന, സീനത്ത്, റാഹില, ആബിദ, ഹസീന, ഷഹബാന, ആയിഷ, അസ്മ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്നേഹ സൗഹൃദ ചിറകുകൾ വീശി ഗ്രാമങ്ങൾ തോറും ബാലസംഘം വേനൽത്തുമ്പി കലാജാഥ പര്യടനം തുടങ്ങി. ഏപ്രിൽ 30 വരെ നീളുന്ന തൃക്കരിപ്പൂർ ഏരിയ കലാജാഥ തെക്കേ മാണിയാട്ട് നിന്നാണ് ആരംഭിച്ചത്. പേക്കടത്ത് കുരുന്നുകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പിളിക്കോട് പഞ്ചായത്തിലെ കരക്കെരുവിൽ ഒരാഴ്ച നീണ്ട പരിശീലനത്തിന് ശേഷമാണ് പുതുമയുടെ ചുവട് വെച്ച് കുട്ടിക്കലാക്കൂട്ടം ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുന്നത്. കളിയും കഥകളും ആട്ടവും പാട്ടുമായാണ് വേനൽത്തുമ്പിക്കൂട്ടം വിവിധ കേന്ദ്രങ്ങളിൽ പറന്നെത്തുന്നത്. കളിച്ചിരിക്കൊപ്പം ചിന്തകളുമായി ആടിയും പാടിയും കഥകൾ പറഞ്ഞും ചോദ്യങ്ങൾ ചോദിച്ചും ആനുകാലിക രാഷ്ട്രീയ സാമൂഹ്യ ആശങ്കകൾ പങ്കുവെച്ചും മുന്നേറുന്ന വേനൽത്തുമ്പി കലാജാഥ സാമൂഹ്യ വിപത്തായ ലഹരിക്കും വർഗീയതയ്ക്കുമെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തുമാണ് ഗ്രാമങ്ങൾ പിന്നിടുന്നത്. KP ബിപിൻ രാജ് ജാഥാ നായകനും P സനൽ മാനേജരുമായ വേനൽത്തുമ്പി കലാജാഥയ്ക്ക് പേക്കടത്ത് ഉജ്ജ്വല സ്വീകരണം നൽകി. PV വത്സരാജ് അധ്യക്ഷത വഹിച്ചു. പനക്കിൽ പത്മനാഭൻ, ജാഥ ലീഡർ KP ബിപിൻ രാജ് എന്നിവർ സംസാരിച്ചു. ഏപ്രിൽ 26-ന് പിളിക്കോട്, ചൂരിക്കോവൽ, കണ്ണാടിപ്പാറ, ചീമേനി, വലിയപൊയിൽ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഹോസ്ദുർഗ് ദിനേശ് BD സഹകരണ സംഘത്തിലെ അലാമിപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പ് നൽകി. TV അമ്പാടി യാത്രയയപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് ദിനേശ് BD സഹകരണ സംഘത്തിലെ അലാമിപ്പള്ളി ബ്രാഞ്ചിൽ നിന്നും വിരമിക്കുന്ന K പ്രേമ, P ശാരദ, MV കാർത്തിയായനി, K സുഭാഷിണി എന്നീ തൊഴിലാളികൾക്കാണ് യാത്രയയപ്പ് നൽകിയത്. DV അമ്പാടി ഉദ്ഘാടനം നിർവഹിച്ചു. 39 വർഷം, ഒരാൾ 35 വർഷം, ഒരാൾ 40 വർഷം ഇങ്ങനെ ജോലി ചെയ്ത് പിരിയുകയാണ്. പിരിയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയാറ് നമ്മുടെ വീടി വ്യവസായത്തിൻ്റെ പൊതുവായിട്ട് പ്രശ്നങ്ങളെ സംബന്ധിച്ച വീടി വ്യവസായം പ്രതിസന്ധിയിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ പ്രതിസന്ധി തുടരുന്ന ഒരു ഘട്ടത്തിലും നമ്മുടെ ചുരുക്കം തൊഴിലാളികളുടെ ബ്രാഞ്ചിലടക്കം നല്ല പങ്കാളിത്തത്തോടു കൂടിയിട്ടാണ് തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകുന്നത്. യാത്രയയപ്പ് എന്ന് പറയുന്നത് 40 വർഷവും 39 വർഷവും 35 വർഷവും ജോലി ചെയ്ത് ഒന്നിച്ചിരുന്ന് തൊഴിലാളികൾ പിരിഞ്ഞു പോകുമ്പോൾ KV ജയ്പാൽ, MV ബാലൻ, വിനീത്, അംബുജാക്ഷൻ കുന്നരവത്ത്, നാരായണൻ, ഹരീന്ദ്രൻ, കുമാരൻ, സരോജിനി എന്നിവർ സംസാരിച്ചു. ബേബി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. SYS കുമ്പള സോൺ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ഭക്ഷണം നൽകി. മുഹിമാത്ത് സേഫ് ഹോമിലെ 40-ൽ പരം വരുന്ന വൃദ്ധരായ ആളുകൾക്കൊപ്പമാണ് SYS കുമ്പള സോൺ പ്രവർത്തകർ സ്ഥാപക ദിനം ആഘോഷമാക്കിയത്. ജീവിക്കുക ഒരാശയത്തിന് വേണ്ടി എന്ന ശീർഷകത്തിൽ SYS 72ാമത് സ്ഥാപക ദിനം വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം ആഘോഷിച്ച് വേറിട്ട അനുഭവമാക്കി മാറ്റി കുമ്പള സോൺ ഭാരവാഹികൾ.
മുഹമ്മദ് സേഫ് ഹോമിലെ 40-ൽ പരം വരുന്ന വൃദ്ധരായ ആളുകൾക്ക് ഭക്ഷണമൊരുക്കിയും അവർക്ക് വേണ്ട മാനസിക ഉല്ലാസ പ്രവർത്തനങ്ങൾ നടത്തിയുമാണ് സ്ഥാപക ദിനം ആഘോഷിച്ചത്. അന്തേവാസികൾ അനുഭവങ്ങൾ പങ്കുവച്ചും പാട്ടുകൾ പാടിയും ആഘോഷത്തിൽ പങ്കുചേർന്നു. SYS കുമ്പള സോൺ ഭാരവാഹികളായ മുഹമ്മദ് സഖാഫി കുട്ടിയാളം, മുഹമ്മദ് കുഞ്ഞി ഉളുവാർ, സുബൈർ ബാഡൂർ, സയ്യിദ് പർലാടം, അഷ്റഫ് സഖാഫി ഉളുവാർ, ഫൈസൽ സഖാഫി കര, സേഫ് ഹോം ജീവനക്കാരനായ അലി സഖാഫി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹോസ്ദുർഗ് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് 2025 സംഘടിപ്പിച്ചു. അശോക് കുമാർ HV ഉദ്ഘാടനം നിർവഹിച്ചു. ഹോസ്ദുർഗ് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ് സമ്മർ കോച്ചിംഗ് ക്യാമ്പ് 2025 സംഘടിപ്പിച്ചു. അശോക് കുമാർ HV ഉദ്ഘാടനം നിർവഹിച്ചു. ജോസ് P. ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിപിൻ കുമാർ, ജിതിൻ കുമാർ എന്നിവർ ക്ലാസ് എടുത്തു. പ്രശാന്ത് സ്വാഗതവും അഷ്റഫ് NP നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉളിയത്തടുക്ക നാഷണൽ നഗർ അൽനൂർ പ്രീ സ്കൂൾ ക്യാമ്പസ് ഉദ്ഘാടനം നടന്നു. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. നാഷണൽ നഗർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽനൂർ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പിന്റെ അൽനൂർ പ്രീ സ്കൂൾ ക്യാമ്പസ് ഉദ്ഘാടനം സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സംസ്ഥാന പ്രസിഡന്റ് അമീനു ശരിയ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ നിർവഹിച്ചു. തുടർന്ന് നടന്ന ഉദ്ഘാടന സംഗമത്തിൽ ജാമിയ സാദിയ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സാദി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് സയ്യിദ് അലവി അൽ ഐദറൂസി അധ്യക്ഷത വഹിച്ചു. മഹൽ ഖത്തീബ് ഉസ്താദ് ഷാജഹാൻ അൽ അസരി മോളൂർ മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് ഹംസ അരിഫായി, സയ്യിദ് ഷറഫുദ്ദീൻ അസനി മുട്ടത്തോടി, ഇത്തിഹാദ് മുഹമ്മദ് ഹാജി, റഫീഖ് മുസ്ലിയാർ പരപ്പ, ഹനീഫ് മൗലവി അടുക്ക, അനീസ് അസ്ലമി കോപ്പ, ഇസ്മായിൽ അറഫാത്ത് നിസാമി ചൗക്കി, ഷാഫി നാഷണൽ നഗർ, മൊയ്ദൂർ അഹമ്മദ് നഗർ, കുഞ്ഞഹമ്മദ് മുട്ടത്തോടി, സിറാജ് ഹത്ത് നഗർ, അബ്ബാസ് പുളിക്കൂർ, അഹമ്മദ് റിയാസ് കമ്പാർ എന്നിവർ സംബന്ധിച്ചു. ചെയർമാൻ മുനീർ സാദി അൽ അർഷദി സ്വാഗതവും CEO മൻസൂർ അഹമ്മദ് മൗലവി നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപ്പള മണിമുണ്ടയിൽ ഉറങ്ങിക്കിടന്ന മാതാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമം. ഡ്രൈവറായ മുഹസിനാണ് മാതാവ് ഷമീം ബാനുവിനെ ആക്രമിച്ചത്. ആഴത്തിൽ മുറിവേറ്റ മാതാവിന്റെ നില ഗുരുതരമാണ്. പ്രതിയെ മാതാവ് മാനസിക രോഗിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആക്രമണം. പ്രതി ലഹരിക്കടിമയാണോ എന്ന് സംശയമുണ്ട്. ജനകീയ ആസൂത്രണത്തിൽ നിന്ന് വിജ്ഞാന കേരളത്തിലേക്കുള്ള വളർച്ചയാണ് ഇനി കൈവരിക്കേണ്ടതെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. എന്റെ കേരളം പ്രദർശനമേളയോടനുബന്ധിച്ച് കാലിക്കടവിൽ സംഘടിപ്പിച്ച ജനകീയ ആസൂത്രണം പിന്നിട്ട പടവുകൾ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ആണവ നിലയ വിരുദ്ധ ജനജാഗ്രതാ സമിതി രംഗത്ത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ ആണവ വിരുദ്ധ സമ്മേളനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. BJP നീലേശ്വരം മണ്ഡലം കൺവെൻഷൻ നടന്നു. ഏപ്രിൽ 29 നടക്കുന്ന വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായാണ് നീലേശ്വരത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സോളാർ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യം. ഉദുമ ടെക്സ്റ്റൈൽസ് മിൽ വർക്കേഴ്സ് യൂണിയൻ മിൽ പരിസരത്ത് ധർണാ സമരം സംഘടിപ്പിച്ചു. കാസർഗോഡ് തായിലങ്ങാടിയിൽ മുറിക്കകത്ത് കുടുങ്ങിയ 1 വയസ്സുകാരിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഡോർ ബ്രേക്കർ ഉപകരണം ഉപയോഗിച്ചാണ് കുട്ടിയെ പുറത്തെടുത്തത്. മോഹിനിയാട്ടവും കേരള നടനവും ഭരതനാട്യവും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ നൃത്തങ്ങളും തിരുവാതിരക്കളിയും ഒപ്പനയും മത്സര ഇനങ്ങളായി എത്തിയ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ അരങ്ങ് കുടുംബശ്രീ ഓക്സിലറി സർഗോത്സവം നാട്ടുകാർക്ക് ആസ്വാദ്യകരമായി. പുല്ലൂർ മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് സമാപനമായി. തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.